നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്ന സൂചന. മാപ്പ് നൽകാൻ മധ്യസ്ഥ ചർച്ചയിൽ തീരുമാനമായതായി കാന്തപുരത്തിന്റെ ഓഫീസ്. അതേസമയം ഈ ഒരു വാർത്ത കേന്ദ്ര സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വധശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനും രംഗത്തെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി വർഷ ചേരുകയാണ്. വർഷ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ തന്നെ ഒരു ശുഭ വാർത്തയിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുമോ എന്നതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇന്നുണ്ടായേക്കും. മർക്കസിലാണ് എല്ലാ കണ്ണുകളും. മർക്കസിൽ നിന്നാണ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരേണ്ടത്, അല്ലേ? അതെ ഐശ്വര്യ സൂചിപ്പിച്ച പോലെ വലിയൊരു ആകാംക്ഷയിലാണ് മലയാളികൾ ആകെയുള്ളത്. കാരണം മലയാളികളെ സംബന്ധിച്ച് അവർ ഏറെ നാളായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നാണ് ആ വിവരം പുറത്തു വന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു എന്നായിരുന്നു ആ വിവരം. എന്നാൽ ഇപ്പോഴും അത് വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തുടരുന്നത്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണമാണ് വേണ്ടത്. വാക്കാലുള്ള ഉറപ്പിന് പുറമെ ആ ഒരു സ്ഥിരീകരണം വേണമെന്നുള്ളതാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്ഥിരീകരണം ഇന്നുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് മലയാളികളും അതേപോലെ നിമിഷപ്രിയയുടെ കുടുംബവും എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഐശ്വര്യ സൂചിപ്പിച്ച പോലെ എല്ലാ കണ്ണുകളും മർക്കസിലേക്കാണ്. അവിടെ നിന്നും ഒരു വിവരം ലഭിക്കും. ശേഷം കേന്ദ്ര സർക്കാർ അതായത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു ഔദ്യോഗിക വിവരം കൂടി ലഭിക്കേണ്ടതുണ്ട്. ഇക്കാര്യം ഇതുവരെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചൊരു കാര്യം, ഈ വധശിക്ഷ നീട്ടിവെക്കാൻ, അതായത് പുതിയ തീയതി നിശ്ചയിക്കാനുള്ള കാര്യമാണ് അറിയിച്ചതെന്നുള്ള കാര്യം ഈ തലാലിന്റെ സഹോദരനും അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച അറിയിപ്പല്ലാതെ മറ്റൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നിരന്തരം ഇടപെടുന്ന ഒരാളാണ് സാമുവൽ ജെറിം. അദ്ദേഹവും ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. അപ്പോഴും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ ഓഫീസിൽ നിന്നും വ്യക്തമായ വിവരം തന്നെയാണ് ഇന്നലെ ലഭിച്ചിട്ടുള്ളത്. ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് യമനിൽ നിരന്തരം ചർച്ച നടത്തുന്നവരാണ് സൂഫി പണ്ഡിതന്റെ ശിഷ്യൻ. അദ്ദേഹമാണ് ഇക്കാര്യം, ജവാദ് മുസ്താഫി എന്നിട്ടുള്ള അദ്ദേഹമാണ് ഇക്കാര്യം ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഈ കാര്യത്തിൽ ധാരണ എത്തിയിട്ടുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യമൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇനി വിദേശകാര്യ മന്ത്രാലയത്തിന് വിവരം ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. യമനിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഒരു തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും ഈ സൂഫി പണ്ഡിതന്റെ ശിഷ്യൻ അറിയിക്കുന്നത്. അതായത് ദയാദനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇതുവരെ യാതൊരു തീരുമാനമായിട്ടില്ല. അതിനുൾപ്പെടെ ചർച്ച നടത്തണമെന്നുള്ള കാര്യമാണ് അവിടെ നിന്നും അറിയിക്കുന്നത്. അക്കാര്യമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനായി വേണ്ടത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമാണ്. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ മലയാളിയും.